പെന്ന പാസ്ത ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 100 ഗ്രാമോളം പാസ്ത ബോയിലാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 1 ലിറ്ററോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിനോട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 100 ഗ്രാമോളം പെന്ന പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നമ്മളത് ബോയിൽ ചെയ്യാനായിട്ടുള്ള വെള്ളം വെച്ചു. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കും. ചെറുതായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ സൂക്ഷിക്കണം, ആവി വരുന്നുണ്ട്, കയ്യിലേക്ക് അടിക്കും. ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കാനായിട്ട് ഒരല്പം വെള്ളം വയ്ക്കുന്നുണ്ട്. അതിൽ നമ്മൾ ടൊമാറ്റോ വേവിക്കാനായിട്ട് പോവാണ്. ഒരു 3 ടൊമാറ്റോയാണ് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിഭാഗം നമ്മൾ നല്ല രീതിയിൽ ക്രോസ് ആയിട്ട് 2 സൈഡും കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ടൊമാറ്റോയുടെ സ്കിന്ന് വേഗത്തിൽ നമുക്ക് വിട്ട് കിട്ടും. നമ്മൾ ആദ്യം തന്നെ അത് വേവിച്ച് അതിൻ്റെ സ്കിന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ പാസ്ത നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഫുൾ ലെയർ ഒട്ടും വെയിറ്റ് ഇല്ലാതെ മാറി. ഇത് നമ്മൾ കോരി മാറ്റിയതിന് ശേഷം അല്പം തണുത്ത വെള്ളത്തിൽ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അതിലേക്കൊരു വെളുത്തുള്ളിയുടെ പകുതി നമ്മൾ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തു. അല്പം ഉപ്പ് പെട്ടെന്ന് സോട്ടാവാനായിട്ട് ഇട്ട് കൊടുത്തു. സവാള എല്ലാം നല്ല രീതിയിൽ സോട്ടായിട്ട് വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് മസാലയായിട്ട് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ശരിക്കും പപ്രിക്ക പൗഡർ ചേർത്താലും നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് അല്പം ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ക്രഷ് ചെയ്തിട്ടുള്ള മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി എല്ലാം ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഓയിൽ മയം ജസ്റ്റ് ഒന്ന് തെളിഞ്ഞു വരുന്നില്ല, ഓയിലൊന്ന് തെളിഞ്ഞു വരും. ഇതൊന്ന് ഇതിൻ്റെ പുളിരസം ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മളിതിലേക്ക് അല്പം പശുവിൻ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാസ്ത നമ്മൾ വേവിച്ചതിന് ശേഷം പച്ചവെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. അതിലൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് മസ്റ്റാർഡ് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസിൻ്റെ സ്ലൈസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിലേക്ക്. 2 ചീസിൻ്റെ സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഫയർ ശരിക്കും കുറച്ച് വയ്ക്കുക. എരിവെല്ലാം ബാലൻസ് ആയിട്ട് കിട്ടും. ഈ ചീസിൻ്റെ കോട്ടിങ് വരുന്നതോടുകൂടി നമ്മുടെ ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് നമ്മുടെ പാസ്ത മാറും. ഇതിൽ ഈ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ അല്പം ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ഒരു നുള്ളു പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കോട്ടിങ്ങായ ചീസിൻ്റെ കോട്ടിങ് കൂടി പാസ്തയിലേക്ക് വന്നു. ക്രഷ് ചെയ്തിട്ടുള്ള മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കളർഫുൾ ആവാനായിട്ട് നമ്മൾ അല്പം മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാവില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല.